ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ റെസിപ്പി അധികം പഴുക്കാത്ത മൂത്ത പേരയ്ക്ക വെച്ചിട്ട് 18 സാൻഡ്വിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈവനിങ് സ്നാക്കായും കുട്ടീസിൻ്റെ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഡിയേഴ്സ്, എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ സാൻഡ്വിച്ചിൻ്റെ ആ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു പേരയ്ക്കയാണ് എടുത്തത്. മൂത്ത പേരയ്ക്കയാണ്, പഴുത്തിട്ടില്ല. കട്ട് ചെയ്ത ഉള്ളിലെ കുരുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു പിടി മല്ലിയില, 4 ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് പുഴുങ്ങിയ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചീസാണ്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ ക്രീം ചീസാണ് എടുത്തത്, എൻ്റെ കയ്യിൽ അതാണ് ഉള്ളത്. ഇതുകൂടെ ചേർത്തിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പേരക്ക മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ് നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ. ഫില്ലിങ് മാത്രം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം ഇതിലെ ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഫില്ലിംഗ് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസാവാൻ പാടില്ല. ഇനി സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാനായി ഞാനിവിടെ 18 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിനി ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാം തന്നെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി അതിൽ നിന്നും ഒരു ബ്രെഡ് എടുത്ത് അതിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഫില്ലിങ് വെക്കാനായിട്ട്. ഒരുപാട് അങ്ങ് കുത്തി നിറയ്ക്കേണ്ടതില്ല. ഇനി ഒരു ബട്ടർ തേച്ച ബ്രെഡ് പീസ് ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കണം. ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് സൈഡ്സ് എല്ലാം ഒന്ന് ലെവൽ ചെയ്യാം. ഇനി എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കണം.
ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു ചൂടായ പാനിലേക്ക് അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ചിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലാകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ഈ ഒരു സമയം നമ്മുടെ ഫില്ലിങ്ങും ഒന്ന് കുക്കാകും. ഇനി ഇതൊരു ബ്രൗൺ ഷെയ്ഡിലായ ശേഷം പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. നമ്മുടെ എല്ലാ സാൻഡ്വിച്ചും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതെല്ലാം തന്നെ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. മുറിക്കുമ്പോൾ കത്തി വെള്ളത്തിൽ മുക്കി വേണം മുറിക്കാനായിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ. എല്ലാം ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാക്കാൻ ഞാനിവിടെ മിക്സ്ചർ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ ഗോവ സാൻഡ്വിച്ച് ഇവിടെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബൈ.